അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അതിനെതിരായിട്ട് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഒരു തണ്ണിമത്തനാണ് ഇത് എടുത്തിട്ടുള്ളത്. ഈ തണ്ണിമത്തൻ്റെ ഒരു കാൽ ഭാഗമാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഈ തണ്ണിമത്തൻ്റെ തൊണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ തണ്ണിമത്തൻ്റെ തൊണ്ടൊക്കെ മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് തണ്ണിമത്തൻ്റെ കഷ്ണങ്ങളെല്ലാം ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് അടിച്ചെടുക്കുക. അതിൻ്റെ കുരുവൊന്നും അരഞ്ഞു പോവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചൊഴിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കുരുവൊന്നും ഇടിഞ്ഞു പോവാതെ ഇതാ ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്പാച്ചിലുണ്ടോ ഒരു സ്പൂണുണ്ടോ ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് മുഴുവനും എടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് തണ്ണിമത്തൻ്റെ ജ്യൂസ് മുഴുവനും എടുക്കുക. അപ്പോൾ തണ്ണിമത്തൻ്റെ ജ്യൂസ് മുഴുവനും ഇതാ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് 250 ml കപ്പിന് 2 കപ്പ് തണ്ണിമത്തൻ്റെ ജ്യൂസാണ് വേണ്ടത്. കുറച്ച് അധികം ജ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ 2 കപ്പ് അളന്നെടുത്തിട്ട് ബാക്കി നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. കശുവണ്ടിയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കശുവണ്ടിയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കശുവണ്ടിയും കിസ്മിസൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ വീതം കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നെയ്യിൽ നിന്നങ്ങ് കോരി മാറ്റും. കശുവണ്ടിയും ഉണക്കമുന്തിരിയും നെയ്യിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള നെയ്യിൽ 150 ml കപ്പിന് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി റവ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത റവയാണെന്നുണ്ടെങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ വറുത്ത് വരും തോറും നല്ലൊരു മണം വരും. അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നവരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും ഒരു കടായിലേക്ക് നമുക്ക് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ ജ്യൂസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് ജ്യൂസാണ് വേണ്ടത്. രണ്ടാമത്തെ കപ്പ് ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് തണ്ണിമത്തൻ്റെ ജ്യൂസാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 നുള്ള് ഉപ്പാണ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഒരുപാടങ്ങ് കൂടി പോകരുത്. നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിത് തിളച്ച് വരുമ്പോൾ നല്ലൊരു ഓറഞ്ച് കളറായിട്ട് മാറും. പ്രത്യേകിച്ച് ഇതിൽ കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. ഒരുപാടങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. ഇപ്പം ഇതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഉണ്ടല്ലോ, കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. വീണ്ടും കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരുമിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട കെട്ടിപ്പോവും. ഇതുപോലെ കുറച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇപ്പം കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, നല്ലൊരു ഓറഞ്ച് കളറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ കളറൊന്നും ചേർത്തില്ല. തണ്ണിമത്തൻ്റെ ജ്യൂസ് വറ്റി വന്നപ്പോൾ ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല്, തിളപ്പിച്ചാറിയ പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. 1/4 കപ്പോ 1/2 കപ്പോ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാലും കൂടി ചേർത്ത് കൊടുത്ത് ഇതാ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. തണ്ണിമത്തൻ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള തണ്ണിമത്തനാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ 150 ml കപ്പിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എടുക്കുന്ന തണ്ണിമത്തന് നല്ല മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പിന് പകരം ഒരു 1/4 കപ്പ് പഞ്ചസാര വരെ എടുക്കുക. ഇത് അത്യാവശ്യം മധുരമുണ്ട്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര വരെ എടുക്കാവുന്നതാണ്. 1/4 കപ്പോ അല്ലെങ്കിൽ 1 കപ്പോ ഒക്കെ എടുക്കാവുന്നതാണ്. പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി വരണം. ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസാവും. പഞ്ചസാര എല്ലാം ഉരുകി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക.
ഈ ഒരു സമയം നിങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് കഴിച്ചു നോക്കുക, മധുരം കറക്റ്റ് ആണോന്ന്. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അഡീഷണൽ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല, 1/2 കപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, പഞ്ചസാര എല്ലാം ഉരുകി കുറച്ചും കൂടെ ഇതൊന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ പഞ്ചസാരയൊന്നും ഇടാതെ പൊടിച്ചെടുത്ത ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ 1 കപ്പ് റവയുടെ അളവിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ കുറച്ച് 2 കപ്പിലാണ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെ അളവുകൾ ഡബിൾ ആയിട്ട് എടുത്താൽ മതിയാവും. അതല്ല 1/2 കപ്പ് റവയിലാണ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് തണ്ണിമത്തന്റെ ജ്യൂസ് മതിയാവും. അപ്പോൾ ഏലക്കപ്പൊടി ആകുമ്പോൾ 1 നുള്ള് ചേർത്ത് കൊടുത്താൽ മതി, 1-2 നുള്ള് ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാരയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ്. 1/4 കപ്പൊക്കെ എടുത്താൽ മതി. ലാസ്റ്റിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും ഇതിന്. അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ നെയ്യിൻ്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് അധികം വേണ്ടാത്തവർക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അവരൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയൊക്കെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തണ്ണിമത്തം വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒരു പ്രാവശ്യം വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ പരുവം, ഉരുട്ടിയെടുക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെയും റെഡിയാക്കി കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നെയ്യ് തടവി ഒരു ബൗളിൽ ഒരു 3 കശുവണ്ടി ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കുറച്ചായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കോരി കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് എടുത്താലും മതി. എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ആ ചൂടോട് കൂടി തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്, ചൂട് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചൂടോട് കൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഈ ബൗള് മെല്ലെ ഒന്ന് മാറ്റാം. അപ്പോൾ അത് അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം തണ്ണിമത്തനും റവയും വെച്ചിട്ട് ഒന്ന് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ തണ്ണിമത്തനും റവയും വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്